കാലം പിന്നിവെച്ച ഓർമ്മകളുടെ സുഗന്ധമുള്ള മണ്ണാണ് തിരുവനന്തപുരത്തെ മുടവൻമുഖ്. മലയാളത്തിന്റെ വിശ്വനടൻ മോഹൻലാൽ തന്റെ കൗമാര കൗതുകങ്ങളുമായി ഓടിക്കളിച്ച സ്വപ്നങ്ങൾ നെയ്ത ആ പഴയ വീടിന്റെ മുറ്റം. അവിടെ നിന്നും അധികം അകലെയല്ലാതെ മലയാള സിനിമയുടെ സൂര്യ തേജസ്സായിരുന്ന സത്യൻ മാസ്റ്ററുടെ സ്മരണകൾ തിരതല്ലുന്ന പാപ്പനംകോട് സത്യൻ നഗർ. സിനിമയുടെയും കലയുടെയും രണ്ട് സുവർണ കാലഘട്ടങ്ങളെ നെഞ്ചിലേറ്റുന്ന ഈ പുണ്യഭൂമിക്കിടയിൽ ഇത്രകാലം ദൂരം ഒരു തടസ്സമായിരുന്നു. എന്നാൽ ഇന്ന് ആ ദൂരത്തെ ഒരു നനുത്ത ഓർമ്മയാക്കി മാറ്റിക്കൊണ്ട് പുതിയ വികസന സേതു ഉയർന്നു കഴിഞ്ഞു. ഈ സത്യൻ നഗർ മുടവൻമോൾ പാലം എന്നുള്ളത് ഒരു അരനൂറ്റാണ്ട് ആയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ്. കഴിഞ്ഞ ടേണിൽ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഹാവ് MLA ആയിരുന്ന സമയത്ത് നമ്മുടെ ഒരു അപേക്ഷ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് 7 കോടി രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് പിന്നെ നടപടികളൊന്നും ഉണ്ടായില്ല. വീണ്ടും ഇത്തവണ അദ്ദേഹം MLA ആയിട്ട് വന്നതിന് ശേഷമാണ് ആ പദ്ധതിയെ പുനരുജ്ജീവിപ്പിച്ച് ഈ ഒരു പദ്ധതി സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്. ഇന്നു മുതൽ ഇതിലെ ബസ്സും ഓടിത്തുടങ്ങുന്നു. അത് ഏറെ സന്തോഷം. ഞങ്ങൾക്ക് സിറ്റിയിലേക്ക് പോകുന്നതിന് വേണ്ടി 5 കിലോമീറ്ററോളം ദൂരത്തിൻ്റെ ലാഭവും സമയലാഭവും ഉണ്ട്. അത് ഏറ്റവും സന്തോഷകരമാണ്. ഗവൺമെൻറ്റിനെ ഞങ്ങൾ അങ്ങേറ്റം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ MLA ആയ മന്ത്രിയെ അതിലുപരിയായിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. എൻ്റെ അറിവിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു MLA എന്ന നിലയിൽ ഇത്രയും വികസനം നടത്തിയിട്ടുള്ളത്. അത്രമേ നല്ലൊരു വികസനം ഇവിടെ നടത്തിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയുടെ സാംസ്കാരിക ഭൂപടത്തിലെ 2 പ്രധാന കേന്ദ്രങ്ങളായ മുടവൻമോളിനെയും പാപ്പനംകോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ വികസന സേതു പൂർത്തിയായി. വർഷങ്ങളായി പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്ന യാത്രാക്ലേശത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. നേമം മണ്ഡലത്തിന്റെ വികസന ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി ഈ നിർമ്മിതി മാറിക്കഴിഞ്ഞു. ഇതിനുമ്പേ ഒരുപാട് MLA മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരാരും ഇതിനെക്കുറിച്ച് ചെയ്യുകയും ചെയ്തിട്ടില്ല. അവരെ അടുത്തൊക്കെ ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൂടെ ഒരു പാലത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് അവരാരും മൈൻഡ് ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും നമ്മളെ മന്ത്രി ഇപ്പം ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പാലം ചെന്ന് നേരെ കാരണം എസ്റ്റേറ്റിൻ്റെ അവിടെയാണ്. എസ്റ്റേറ്റിൻ്റെ അവിടെ തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് പാപ്പനംകോട്, ഇടത്തോട്ട് തിരിഞ്ഞ് മലയങ്കീഴ്. ഒരു ആശുപത്രി കാസ് രാത്രിയൊക്കെ വന്നാൽ എന്ത് ബുദ്ധിമുട്ടെന്നറിയാം ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ. ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ പാലമൊക്കെ കൂടെ വരുമെന്ന്. കേവലം ഒരു കോൺക്രീറ്റ് പാലം എന്നതിലുപരി ചരിത്രവും വർത്തമാനവും തമ്മിലുള്ള ഒരു സുദൃഢമായ ബന്ധമായി ഈ പാതയെ ജനങ്ങൾ നോക്കിക്കാണുന്നു. പക്ഷേ അവിടുത്തെ 250 കുടുംബങ്ങൾക്ക് സുഖമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഈസ്റ്റോറിൽ എത്താനും ബാക്കി മുടവൻമോളിൽ നിന്ന് സാധനം വാങ്ങാനും എല്ലാം എളുപ്പമാണ്. അല്ലെങ്കിൽ എസ്റ്റേറ്റിനകത്തങ്ങ് കയറി പോണവർ മന്ത്രിയെ സമ്മതിച്ചിരിക്കുന്നു. സഖാവ് വന്നതുകൊണ്ടാണ് ഈ പാലം ഇപ്പോൾ ഓപ്പൺ ആയത്. നല്ല സ്പീഡ് വർക്കായിരുന്നു. എല്ലാം പറഞ്ഞ സമയത്ത് തന്നെ തീർത്തിട്ടുണ്ട്. എല്ലാം ക്ലിയറാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രത്യേക താൽപര്യപ്രകാരവും നിരന്തരമായ ഇടപെടലുകൾ വഴിയുമാണ് ഈ പദ്ധതി അതിവേഗം പൂർത്തീകരിച്ചത്. വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രായോഗികമായ വികസനം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേമത്തിന്റെ മുക്കിലും മൂലയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇവിടെയുള്ള ജനങ്ങൾക്ക് നമുക്കറിയാം ശിവൻകുട്ടി ഇവിടെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, നല്ല വികസനമുണ്ട്. സത്യം പറഞ്ഞാൽ മലമേൽക്കുന്നിൽ നമുക്കിത് കിട്ടിയാൽ സ്വർഗം കിട്ടിയതുപോലെ നമ്മളെ പൊടിപ്രായം മുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കിടയിലും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഒരു വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു അക്കരെ സുഖമില്ല അതായി പോയാൽ തന്നെ രാത്രിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇത്രയും കിലോമീറ്റർ കറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. 100% നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മുടവൻമോളിലെയും പാപ്പനംകോട്ടെയും ജനതയ്ക്ക് ഇത് വെറും ഒരു വഴിയല്ല, മറിച്ച് കാലങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷമുള്ള മാറ്റത്തിന്റെ പുതിയ ഉദയമാണ്. രാഷ്ട്രീയ വൈരത്തിനപ്പുറം നാടിന്റെ പുരോഗതിക്കായി കൈകോർക്കണമെന്ന സന്ദേശമാണ് ഈ പാലം ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ പാലം വന്നുകൊണ്ട് ഉപകാരം എന്ന് വെച്ചാൽ മറ്റേ വെളിയിലുള്ളവർക്ക് എന്തും പറയാം. ഇതിൻ്റെ എന്താണ് ഉപകാരം, എന്താണ് ഇതിൻ്റെ അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ കൊണ്ട് കൊച്ചുനാൾ മുതലേ നമ്മൾ കാണുന്നതാണ്. ഓരോരുത്തരും ഇവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് അക്കരെയുള്ളവർ. ഇക്കരെയുള്ളവർക്ക് വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ റോഡുണ്ട്, വണ്ടിയുണ്ട്. എല്ലാവർക്കും അങ്ങനെയല്ല. അത് കൊച്ചുനാളിന് മുതൽ അതുകൊണ്ട് പറയുന്നവർക്ക് എന്തും പറയാം. അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ് ഈ പാലം ഇന്നിവിടെ ഈ രീതിയിൽ നിർമ്മിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ്. യാതൊരു മാറ്റമില്ല. കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഇപ്പോൾ നിയമമണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ലൊരു വികസനം ഇവിടെ മണ്ണത്തുണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂള് അത് തന്നെ വളരെ വലിയ സ്കൂളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ പണ്ട് മലയാളം മീഡിയം ആയിരുന്നു. ഇപ്പോൾ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മലയാളം ഇംഗ്ലീഷും രണ്ടും ചേർന്നതാണ്. അവിടെ സ്കൂളിൻ്റെ വികസനം അത് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെയേറെ മാറ്റങ്ങൾ നമ്മുടെ മുകളിനകത്തുണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം. വളരെ വർഷത്തെ സംരംഭമാണ്. നമ്മളെ ശിവൻകുട്ടി സഖാവാണ് ഈ റോഡിൽ ഈ പാലം കൊണ്ടുവരാനായിട്ട് മുൻകൈ എടുത്തത്. ഇതിൽ കൂടെ കിട്ടിയാൽ എന്തുമാത്രം നേട്ടമെന്നറിയാം. ഒരുപാട് ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിലാണ്
ഈ ബസ്സും കൂടെ യാത്ര ചെയ്യുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഗംഭീരമായ ഒരു പ്രകടനത്തിലോട്ടാണ് ജനങ്ങളെല്ലാം നിൽക്കുന്നത്. വളരെയധികം സന്തോഷം. ആദ്യത്തെ ബസ്സിൽ കയറാൻ പറ്റിയത്. ഫസ്റ്റ് സർവീസ് ഇതുവഴി ഗതാഗത യോഗ്യമാണോ എന്നത് ട്രയൽ റണ്ണാണ്. അത് കഴിഞ്ഞതിന് ശേഷം മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്യും. യാത്രകൾ സുഗമമാക്കുന്നതിനൊപ്പം തന്നെ രണ്ട് പ്രദേശങ്ങളിലെയും വികസന സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഈ പുതിയ പാലം വഴി തുറക്കും. അന്ധമായ രാഷ്ട്രീയ വിരോധങ്ങൾ വികസനത്തിന് തടസ്സമാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ കാഴ്ചവെക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ നിർമ്മിതി തലയുയർത്തി നിൽക്കുന്നു. ദൃശ്യം ന്യൂസ്, മുടവൻമുകൾ.